എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് കാലമായി ഒരു മാസത്തോളം എനിക്ക് ലീവ് ഇത് മാറി നിൽക്കേണ്ടി വന്നു. ഞാൻ ഇവിടെ സ്ഥലത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് ഒരു വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായി. ഓക്കെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി ഒന്ന് നോക്കാം. ഇന്നത്തെ മാസം 1-ാം തീയതിയല്ലേ, നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, പേഴ്സണൽ റീഡിങ് വേണ്ടവർക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറാണിത്, ഇതിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് തരും. പേഴ്സണൽ റീഡിങ്ങിന് ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും 3 തരണം. അതില്ലെങ്കിൽ റീഡിങ് എടുക്കും. അതുണ്ടായാലും ഒന്നും കൂടെ വിശദമായിട്ട് നോക്കാം, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജി എന്താണ്? യൂണിവേഴ്സിൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജി എന്താണ്? യൂണിവേഴ്സിൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജി എന്താണ്? വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജി എന്താണ്? എൻ്റെ കറണ്ട് എനർജി എന്താണ്? വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജി, വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജി എന്താണ്? വ്യൂവേഴ്സിൻ്റെ ഓക്കെ, അപ്പം കാർഡ് എടുത്തിട്ടുണ്ട്. അമ്മേനാരായണി. അപ്പോൾ നമുക്ക് 7 ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആരോ നിങ്ങളറിയുന്ന ആൾക്കാർ തന്നെയാണ്. നിങ്ങളെ മറഞ്ഞിരുന്നുകൊണ്ട് ഒളിച്ചിരുന്നുകൊണ്ട് നിങ്ങളറിയുന്ന വ്യക്തികൾ തന്നെ നിങ്ങൾക്കൊരു പണി തന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഉയർച്ചയ്ക്ക് കാരണമായി നിങ്ങൾ ഉയർച്ചയ്ക്ക് തടസ്സമാവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളോടുള്ള അസൂയ തൊട്ട് നിങ്ങൾക്ക് എന്തോ ഒരു പണി തന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങളറിയുന്ന ആൾക്കാർ തന്നെ ആയിരിക്കാം. നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ചിലർ കാണിക്കാം. അപ്പോൾ മറിഞ്ഞിരുന്നുകൊണ്ട് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് നിന്നിട്ട് നിങ്ങൾക്ക് ഒരു പണി വന്നിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഏറ്റിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ നിങ്ങളിപ്പോൾ ഒരു ചൈൽഡിഷ് ആയിട്ടുള്ളൊരു കുട്ടിത്തം നിറഞ്ഞൊരു സ്വഭാവക്കാരായിട്ടാണ് നടക്കണമെന്ന് പറഞ്ഞാൽ ആരെന്ത് പറഞ്ഞാലൊന്നും അനുസരിക്കാൻ തോന്നുന്നില്ല. മറ്റുള്ളവർ പറയുന്നതൊന്നും ചെവിക്കൊള്ളുന്നില്ല. അവർ നല്ലതായിരിക്കും പറയുന്നത്, ബാക്കിൽ നിന്നിട്ട് അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയണത്. നിങ്ങൾ എന്ത് എഫർട്ട് എടുത്താലും അതിന് നല്ല ഫലം കിട്ടും. നിങ്ങൾ ഒരു നല്ല എഫർട്ട് എടുത്താൽ അതിന് നല്ല ഫലം കിട്ടും. ചീത്ത എഫർട്ട് എടുത്ത് ചീത്ത ഫലം കിട്ടും. നിങ്ങൾക്ക് നല്ല കഴിവുണ്ട്, പക്ഷേ നിങ്ങളിപ്പോൾ ആരെന്ത് പറഞ്ഞാലും ഒന്നും അനുസരിക്കാതെ ഇങ്ങനെ നിങ്ങൾക്ക് തോന്നിയ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ നല്ലൊരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. നല്ല രീതിയിൽ മറ്റുള്ളവരൊക്കെ കെയർ ചെയ്യാൻ കഴിയുന്നൊരു നല്ലൊരു വ്യക്തിയാണ്. മറ്റുള്ളവരെ ഉപദേശിക്കാനും നിങ്ങൾക്ക് കഴിവുള്ളൊരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. മറ്റുള്ളവരെ സഹായിക്കാൻ നല്ല മനസ്സുള്ള വ്യക്തികളാണെന്നാണ് പറയുന്നത്. മറ്റുള്ളവരോട് നല്ല സ്നേഹവും സഹാനുഭൂതിയൊക്കെ ഉള്ള വ്യക്തികളാണ് നിങ്ങൾ. പക്ഷെ ഒരു കാര്യം, നിങ്ങൾക്ക് പല സമയങ്ങളിലായിട്ട് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നോ ഏതെങ്കിലും വഴിക്ക് മുറിവേറ്റ വേദന, വളരെ ഒരു വേദന നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. എങ്ങനെയെങ്കിലും നിങ്ങൾക്കൊരു വേദനകൾ കിട്ടും. മിക്കതും നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു വേദന കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങളെന്താ
ടെമ്പറൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വാല്യൂ മനസ്സിലാക്കി നിങ്ങൾ പോകാനാണ് പറയണത്. എല്ലാ കാര്യത്തിലും ഒരു മിതത്വം വലിച്ചുകൊണ്ട് പോവുക. കൂടുതൽ ദേഷ്യം വരാതെയോ കൂടുതൽ കോപം വരാതെയൊക്കെ ഒന്ന് എല്ലാ കാര്യങ്ങളിലും ലൈഫിലായാലും ശരി പുറത്തായാലും ശരി എവിടെയായാലും ഒരു ബാലൻസ് കീപ്പ് ചെയ്ത് പോകാനാണ് നിങ്ങളടുത്ത് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിലൊക്കെ ഒരു സമ്മർദ്ദം ഒരു ടെൻഷനൊക്കെ വരാനായിട്ടൊരു ഒരു സാധ്യതയുണ്ട്. ഒരു തർക്ക വിഷയം ഉണ്ടാവുക നിങ്ങളുടെ മുന്നിൽ. ആ തർക്ക വിഷയത്തിൽ നിങ്ങൾ അതിന് അഭിപ്രായം പറയാനായിട്ട് ആഗ്രഹിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ചെറിയൊരു ബൗണ്ടറി വന്നിട്ടുണ്ടെന്നാണ് പറയണത്. റിലേഷൻഷിപ്പിൽ ചെറിയൊരു അകൽച്ച വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരു അതിർ വരമ്പുകൾ വന്നു, ഒരു അകൽച്ച വന്നു, ഒരു ബൗണ്ടറി വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകാൻ പോകുന്നു എന്നാണ് പറയണത്. ഇനി മാറ്റം നിങ്ങളുടെ ടൈമൊക്കെ മാറി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകാൻ പോകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ കേൾക്കുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ ആ പ്രാർത്ഥനയൊക്കെ നിങ്ങൾക്ക് വിജയം കാണാൻ പോവാണ്. ഇനി നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടും എല്ലാ കാര്യങ്ങളിലും നല്ല സംതൃപ്തി സന്തോഷമൊക്കെ ഉണ്ടാവും എന്നാണ് പറയണത്. ലവ് റീഡിങ്ങിലാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിയിൽ നിങ്ങൾ വളരെ അഡിക്റ്റഡ് ആണെന്നാണ് പറയുന്നത്. എപ്പോഴും ഓർത്തുകൊണ്ടേ ഇരിക്കേണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തിനെ വളരെ ഡീപ്പ് ലവ് ആണെന്നാണ് പറയുന്നത്. ഒരുപാട് പ്രാർത്ഥനയും കാര്യങ്ങളുണ്ട് നിങ്ങളുടെ വ്യക്തിയിലേക്ക് വ്യക്തി വരാൻ വേണ്ടിയിട്ട്. അല്ല ഇപ്പം ഒത്തിരി മാറി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവാനും നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയിൽ വളരെ അഡിക്റ്റഡ് ആണ്, വളരെ ഡീപ്പ് ലവ് ആണെന്നാണ് പറയണത്. ഒരുപാട് നിങ്ങളുടെ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് പറയണത്. പിന്നെ നിങ്ങൾ വളരെ പ്രകൃതിനെയൊക്കെ വളരെയധികം സ്നേഹിക്കുന്ന ആൾക്കാരാണെന്നാണ് പറയണത്. വളരെ അധികം സ്നേഹമുള്ളവരാണ്, മറ്റുള്ള പ്രകൃതിനെയൊക്കെ വളരെയധികം സ്നേഹിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടെങ്കിലും ആ ദുഃഖങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിനുള്ളിൽ വെച്ചിട്ട് പുറമേക്ക് നിങ്ങൾ സ്നേഹം നടിക്കുകയാണ്. അങ്ങനെ പുറമേക്ക് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തികളാണെന്നാണ് പറയണത്. എല്ലാ സങ്കടങ്ങളും ഉള്ളിലൊതുക്കിയിട്ട് പുറമേക്ക് ശാന്തത പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കുന്നു. നിങ്ങൾ വളരെ ദയയുള്ള നല്ല അലിവുള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത്. നല്ല മനസ്സുള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കുറച്ച് എവിടെന്നെങ്കിലും കുറച്ച് പൈസയൊക്കെ നിങ്ങൾക്ക് വരാനായിട്ടൊരു സാധ്യതയുണ്ട്. നിങ്ങൾ കടം കൊടുത്ത പണോ അല്ലെങ്കിൽ ജോലി ചെയ്തിട്ട് കിട്ടാനുള്ള പണോ ഏതെങ്കിലും സാഹചര്യത്തിൽ എവിടെന്നെങ്കിലും നിങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു കുറിയടിക്കായാലും മതി, അല്ല ചിട്ടി അടിക്കായാലും മതി. അല്ല ചിട്ടി വെച്ചിട്ട് അതായാലും കിട്ടും. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സോഴ്സിലൂടെയൊക്കെ നിങ്ങൾക്ക് പണം നിങ്ങൾക്ക് വരാനായിട്ടൊരു സാധ്യതയുണ്ടെന്നാണ് പറയണത്. പിന്നെ നിങ്ങൾക്ക് നല്ലൊരു നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി വിജയമാണ് വരാൻ പോകുന്നത്. ഇനി സന്തോഷവും നല്ലൊരു തുടക്കമാണ് വരാൻ പോകുന്നത്. പുതിയൊരു യാത്രയ്ക്ക് തുടക്കം, ഒരു പ്രണയം, ഇനി നല്ല പ്രണയം ഉണ്ടാവുമെന്നാണ് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കേട്ടോ. നല്ല ബന്ധമാണ് വരുന്നത്, നല്ല ദൃഢമായ ബന്ധമാണ് വരുന്നത്, നല്ല പവിത്രമായ ബന്ധമാണ് നിങ്ങളുടെ ലവ് റീഡിങ്ങിൽ. നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ സന്തോഷം കവിഞ്ഞൊഴുകിക്കൊണ്ടേയിരിക്കും. അത്രയും സ്നേഹം ഉണ്ടാവുമെന്നാണ് നിങ്ങൾക്ക് ഇനിയിപ്പോൾ പറയുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിക്കുള്ള വ്യക്തികളാണെന്നാണ് പറയുന്നത്. നിങ്ങൾ സ്വന്തം ഐഡിയാസൊക്കെ വർക്കൗട്ട് ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. എല്ലാ കാര്യത്തിലും വളരെ വിജയം കൈവരിക്കുന്ന വ്യക്തികളാണെന്നാണ് പറയുന്നത് കേട്ടോ. ഒരു ലക്ഷ്യബോധം, ആ ലക്ഷ്യബോധത്തിൽ നിങ്ങൾ എത്തിച്ചേരുന്ന വ്യക്തികളാണെന്നാണ് പറയുന്നത്. നല്ല ദീർഘവീക്ഷണമുള്ള വ്യക്തികളാണെന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി വരാനായിട്ടൊരു സാധ്യതയുണ്ട്. തേർഡ് പാർട്ടി പലതും ആവാം. പൈസ ആവാം, സാമ്പത്തികമാവാം, അല്ലെങ്കിൽ ഫാമിലീസ് ആവാം, അല്ലെങ്കിൽ വേറൊരു വ്യക്തിയാവാം, ഏതും ആവാം. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി, അങ്ങനെ ഒരു തേർഡ് പാർട്ടി സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെന്താണ്, നിങ്ങൾ ശക്തമായ നല്ല ആദർശവാദിയായ ഒരു വ്യക്തിയാണെന്നാണ് പറയണത്. പെട്ടെന്ന് കാണുമ്പോൾ ഒരു ഗൗരവക്കാരി എന്നൊക്കെ ഗൗരവമുള്ള ഒരാളെന്നാണ് അങ്ങനെ മറ്റുള്ളവർ ചിന്തിക്കും. അതേപോലെ തോന്നും.
നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒന്ന് മാറി നിൽക്കുന്ന ഒരാൾക്കാരാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ റിലേഷൻഷിപ്പ് ഉള്ളവരാണെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പ് ചെറിയൊരു അകൽച്ച അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തികൾ നിങ്ങളുടെ അടുത്തില്ല, ഒത്തിരി ഒന്ന് മാറി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളുടെ കഴിവിലൊക്കെ വിശ്വസിക്കുന്ന വ്യക്തികളാണ്, വളരെ മെച്യൂരിറ്റി ഉള്ള ആൾക്കാരാണ് നിങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ റീഡിങ്ങിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു പണി വന്നിട്ടുണ്ടെന്ന് ഞാൻ ഫസ്റ്റേ പറഞ്ഞു. അപ്പോൾ അത് അങ്ങനെ ആരെങ്കിലും നമ്മളെ ഉപദ്രവിക്കുമ്പോൾ, ആരെങ്കിലും മറിഞ്ഞിരുന്നുകൊണ്ട് നമ്മളെ ഉപദ്രവിക്കുമ്പോൾ, നമുക്ക് പണി തരുമ്പോൾ നമ്മളുടെ കാര്യങ്ങളെല്ലാം അവതാളത്തിലാവും എന്ന് വെച്ചാൽ നമ്മൾക്ക് ജോലി പോവേ അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ശരിയായ രീതിയിൽ നടക്കില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ വരെ പല രീതിയിലായിരിക്കും. അവരെന്തിനു വേണ്ടിയാണോ അവർ പണി തന്നിരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമുക്ക് അനുഭവപ്പെടുക. അപ്പോൾ അത് അങ്ങനെ ഉള്ളവർ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അതിനുള്ള പരിഹാരം ഞാൻ പറഞ്ഞു തരും കേട്ടോ. ഓക്കെ, നമുക്ക് അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു പണി മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ട് സന്തോഷം കാണുന്ന ആൾക്കാർ പലരും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കതിന് പരിഹാരമൊക്കെ ഉണ്ട്. അങ്ങനെ തോന്നുന്നവരാണെങ്കിൽ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അതിനുള്ള പരിഹാരം ഞാൻ പറഞ്ഞുതരും കേട്ടോ. ഓക്കെ, താങ്ക് യു. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.